إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്ന് ഒരു പിതാവ് തൻ്റെ മകനെ കുറിച്ച് ഒരു ആവലാതി പറയാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രാജ്യത്തെ ഖലീഫയാണ്. അദ്ദേഹത്തോട് ആ വ്യക്തി വന്ന് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ ഒരു പിതാവെന്ന നിലക്ക് എന്നോടുള്ള ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും നിർവഹിക്കുന്നവനല്ല. ഒരു മകനെന്ന നിലക്ക് പിതാവിനോട് ചെയ്യേണ്ട പല കടപ്പാടുകളും ബാധ്യതകളുമുണ്ട്. അതൊന്നും എൻ്റെ മകൻ എന്നോട് ചെയ്യുന്നില്ല എന്ന് ആ പിതാവ് വന്ന് മകനെക്കുറിച്ച് രാജ്യം ഭരിക്കുന്ന രാജാവിനോട് ആവലാതി പറയും. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മകനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് മകനോട് ചോദിച്ചു, നീ എന്താണ് നിന്റെ പിതാവിനോടുള്ള ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാത്തത്? അപ്പോൾ ആ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീഹി, ഒരു പിതാവിന് മകനോട് ബാധ്യതയും കടപ്പാടുമൊന്നുമില്ലേ എന്ന് അമീറുൽ മുഅ്മിനീനോട് ആ മകൻ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബല, ഉണ്ട്. എങ്കിൽ എന്തൊക്കെയാണത്? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു നല്ല ഉമ്മയെ നിങ്ങൾക്ക് നൽകുക എന്നുള്ളത് അത് പിതാവിൻ്റെ മക്കളോടുള്ള ഉത്തരവാദിത്വമാണ്, കടമയാണ്. വീണ്ടും അദ്ദേഹം രണ്ടാമതായി പറഞ്ഞു, വയുഹ്സിനു ഇസ്മഹു, നിനക്ക് മക്കൾക്ക് നല്ല ഒരു പേര് വെക്കുക എന്നുള്ളതും അത് പിതാവിൻ്റെ ബാധ്യതയാണ്. മൂന്നാമതായി പറഞ്ഞു, വയുഅല്ലിമുഹുൽ കിതാബ്, ഖുർആൻ അതിൻ്റെ ആശയവും അർത്ഥവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്
മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് പിതാവിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. അപ്പോൾ ആ മകൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഇന്നഹു ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക. എൻ്റെ ഈ പിതാവ്, എന്നെക്കുറിച്ച് ആവലാതി പറയുന്ന, കംപ്ലൈന്റ് പറയുന്ന ഈ പിതാവ് ഇതിലൊന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. എനിക്കൊരു നല്ല ഉമ്മയെ തരാൻ എൻ്റെ പിതാവിന് സാധിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ ഒരു മജൂസിയാണ്, ഒരു അഗ്നി ആരാധകയാണ് എൻ്റെ ഉമ്മ. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ആ മകൻ പറയുകയാണ്, എനിക്ക് നല്ലൊരു പേരിട്ടിട്ടില്ല. എനിക്ക് പേരിട്ട് ജുഅൽ, വണ്ട് എന്നർത്ഥം വരുന്ന ഒരു പേരാണ്. ഒരു നല്ല പേര് എനിക്ക് നൽകാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞിട്ടില്ല. മൂന്നാമതായി പറയുകയാണ്, വലം യുഅല്ലിമുനി മിനൽ കിതാബ്. എനിക്ക് വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിനുള്ള അവസരം എൻ്റെ പിതാവ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമായ മക്കൾ നൽകപ്പെട്ട മാതാപിതാക്കളാണ് അല്ലേ? മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് നമ്മുടെ മക്കളോട് ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളൊക്കെ അവകാശങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ബോധവാന്മാരായിട്ടുണ്ടാവുകയുള്ളൂ. എൻ്റെ മകന്, എൻ്റെ മകളെ എന്നെ എങ്ങനെ നോക്കണം, ഇങ്ങനെ പരിഗണിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ മക്കളോടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? അതാണ് ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ടത്. മക്കളോടുള്ള മാതാപിതാക്കളുടെ ബാധ്യതയും ഉത്തരവാദിത്വവും നിർവഹിക്കാത്തിടത്തോളം കാലം ആ മക്കളിൽ നിന്ന് തിരിച്ച് ഒരു പിതാവിന് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിച്ചു കൊള്ളണമെന്നില്ല. ദേഷ്യപ്പെടുകയാണ് ആ പിതാവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. നീ അങ്ങോട്ടുള്ള ബാധ്യത, മക്കളോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവിനോട് ദേഷ്യപ്പെടുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇന്നത്തെ ഒരു തലമുറയുടെ വഴിമാറിയുള്ള സഞ്ചാരം കാണുമ്പോൾ നമ്മളൊക്കെ വല്ലാത്ത ഭീതിയിലും നമ്മുടെ മക്കളെ കുറിച്ചുള്ള വല്ലാത്ത ആശങ്കയിലുമാണ് അല്ലേ? ദിനേന ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിലധികം വാർത്തകൾ. നമ്മുടെ മനസ്സിന് സെറ്റായിക്കണം. ഇപ്പോൾ എന്ത് വാർത്ത കേട്ടാലും വലിയ മാറ്റമൊന്നും, വലിയ ആശങ്കകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ. കാരണം അത്രയും കൂടുതൽ വാർത്തകളാണ് ദിനേന നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മാതാവിന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊന്നുകളയാൻ മടിയില്ലാത്ത ഒരു പുതിയ തലമുറയിലേക്ക് സമൂഹത്തിന്റെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവർ നമുക്കുണ്ടാകണം അല്ലേ? ഒന്നും രണ്ടും വാർത്തയൊന്നുമല്ല. ലഹരി, അത് യഥേഷ്ടം നമ്മുടെ വീടിന്റെ അകത്തളത്ത് പോലും ലഹരി ലഭ്യമാകുന്ന രൂപത്തിലേക്ക് ഈ സമൂഹത്തിന്റെ അവസ്ഥ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബരംഗത്ത് സുഹൃത്തുക്കളെ, പഴയ കാലത്തൊക്കെ വഴിതെറ്റാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. എന്നുവെച്ചാൽ വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വീടിന്റെ അകത്തളങ്ങളിൽ പോലും അതിനുള്ള സൗകര്യമുള്ള കാലഘട്ടത്തിലാണ്. നമ്മുടെയൊക്കെ 5, 6, 7, 8 വയസ്സായ മക്കളെ കുറിച്ച് നമ്മൾ വലിയ ആശങ്കയിലാണ്. ഇവരൊക്കെ വളർന്നു വന്ന് ഒരു മനുഷ്യൻ, ഒരു പുരുഷനായി, ഒരു സ്ത്രീയായി, ഒരു പൗരനായി സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 6 or 7 വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, വഴിതെറ്റുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയി എന്നറിയുന്ന ഒരു നിമിഷമുണ്ട്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, മാതാവിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ മകൻ ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ട്, എൻ്റെ മകൾ ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ട്, എൻ്റെ മകൻ, അതാ എൻ്റെ മകൾ ഒരു പുരുഷനുമായി കൊണ്ട് അവൻ വലിയ ബന്ധത്തിലാണ് എന്നറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, തകർന്നു പോകും ഓരോ മാതാവും പിതാവും, ഒരു സംശയവുമില്ല. അന്യന്റെ കൂടെ ഇറങ്ങിപ്പോയ എത്രയോ പെൺമക്കൾ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത്തരം മാതാപിതാക്കൾ നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി. പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത വിധം തന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയത്നങ്ങളും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരു സുപ്രഭാതത്തിൽ ആ മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയത്തിലേക്ക് തീ കോരിയിട്ട്, കനലുകൾ കോരിയിട്ട് കൊണ്ടാണ് ഓരോ മക്കളും ഇറങ്ങിപ്പോകുന്നത്. 18 വയസ്സാകുമ്പോ നമ്മുടെ കേരളത്തിന്റെ സംവിധാനങ്ങൾ, ഇന്ത്യയുടെ സംവിധാനങ്ങൾ ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായം. ആ സമയമാകുമ്പോൾ ഇറങ്ങിപ്പോകാൻ അല്ലേ? അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ എത്ര വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. സുഹൃത്തുക്കൾ, ഇതിനൊക്കെ ഒരു പരിധി വരെ കാരണമാരറിയും? നമ്മൾ തന്നെ, നമ്മളാണ്. നമ്മുടെ മക്കൾക്ക് നൽകേണ്ടുന്ന
ഒരു പിതാവ് എന്ന നിലക്ക് നൽകേണ്ടുന്ന അറിവുകളും വിജ്ഞാനങ്ങളും തസ്കിയത്തും നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. അതാണ് കാരണം, വേറൊന്നുമല്ല. വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ടല്ല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാവുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഓ മുഅ്മിനുകളായ ആളുകളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളായ ആളുകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരും പാറക്കല്ലുകളും കത്തിക്കപ്പെടുന്ന ലോകമാണത്. കണ്ടോ, നമ്മളോട് പറയാം, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മക്കളുടെ കുടുംബത്തിന്റെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. സുഹൃത്തുക്കളെ, ആ ഉത്തരവാദിത്തമുള്ളവരാണ് നാം ഓരോരുത്തരും. പക്ഷെ എത്രത്തോളം നമ്മുടെ മക്കൾ ഒരു നല്ല ഉമ്മയെ നൽകുക, അല്ലേ? അതുകൊണ്ടാണ് എപ്പോഴൊരു നല്ല ഉമ്മയെ നൽകുക. അതുകൊണ്ട് വിവാഹത്തിന്റെ തുടക്കം മുതൽ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡമുണ്ട്. ഒരു പുരുഷനെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഇസ്ലാം നിശ്ചയിച്ച മാനദണ്ഡമുണ്ട്. ആ രണ്ട് മാനദണ്ഡവും ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും, നീ കുറച്ച് അധ്വാനിക്കേണ്ടി വന്നാലും, അല്ലേ, അവിടെ പണമല്ല നോക്കേണ്ടത്, അവിടെ സൗന്ദര്യമല്ല നോക്കേണ്ടത്, അവിടെ കുടുംബ മഹിമയല്ല നോക്കേണ്ടത്, കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും ദീനിന് മുൻഗണന കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് തയ്യാറായില്ല. നമ്മള് ഇന്നും നമ്മുടെ മക്കൾക്ക് ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ, ഒരാണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ദീനിനൊന്നും വലിയ മുൻഗണനല്ല. അതിൽ മുജാഹിദ് സുന്നി ജമാഅത്തും തർക്കല്ല, എല്ലാവരും കണക്കാണ്. ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോ നമ്മൾ നോക്കുക 4 അക്ക സംഖ്യ വരുമാനം ഉണ്ടോ തന്നെയാണ്. അതന്നെ എല്ലാവരും നോക്കണത്. സുഹൃത്തുക്കൾ, അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. ഈ മകൻ ഉമർലാനോട് ഒന്ന് പറയണെന്താ, ഒരു നല്ല ഉമ്മയെ തരാൻ കഴിഞ്ഞില്ല. സുഹൃത്തുക്കൾ, ആലോചിച്ച് നോക്ക്, ഇന്നും നമ്മുടെ ഭാര്യമാർ എത്രത്തോളം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ഈ ആദർശം അംഗീകരിക്കുന്നുണ്ട്. എന്ത് പണിയാണ് നമ്മുടെ ഭാര്യമാർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ചെയ്തിട്ടുള്ളത്? പ്രവാചകന്മാരുടെ ഭാര്യമാരായിട്ട്, അല്ലേ, നന്നാകാൻ കഴിയാത്ത കുറെ പെണ്ണുങ്ങളുണ്ട്. ഖുർആൻ പഠിപ്പിക്കാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 2 ഉദാഹരണം ഉദാഹരിക്കുന്നുണ്ട്. 2 പെണ്ണുങ്ങളുടെ ഉദാഹരണം, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. 2 പ്രവാചകന്മാരുടെ ഭാര്യമാരെ അള്ളാഹു കാഫിരീങ്ങൾക്ക് ഉദാഹരണമായി കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. കണ്ടോ, അള്ളാഹു ഒരു ഉദാഹരണം ഉദാഹരിക്കണം. എന്താ? കാഫിരീങ്ങൾക്ക് ഒരു ഉദാഹരണം, ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ്. കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈനി ഫഖാനതാഹുമാ. അവർ 2 അള്ളാഹുവിന്റെ അടിമകളുടെ ഭാര്യമാരായിരുന്നു. പക്ഷേ ആ ഭാര്യമാരെ ഭർത്താക്കന്മാരെ അവർ വഞ്ചിച്ചു കളഞ്ഞു. എന്ത് വഞ്ചന കാണിച്ചത്? ചോറുണ്ടാക്കി കൊടുത്തില്ലേ? ഭർത്താവിന് വേണ്ട എല്ലാവിധ ഭൗതിക സൗകര്യം ഒരുക്കി കൊടുത്തില്ലേ? അതൊന്നുമല്ല. ആ പ്രവാചകന്മാർ പറഞ്ഞ ആദർശം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ഫഖാനതാഹുമാ, ആ 2 പെണ്ണുങ്ങളും പ്രവാചകന്മാരായ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു കളഞ്ഞു. ഇനി നിങ്ങൾ നമ്മുടെ ഭാര്യമാരെന്ന് ആലോചിച്ച് നോക്കി. എത്ര ആൾക്കാർക്ക് ദീനുണ്ട് കൂട്ടര്? 5 നേരം നിസ്കരിക്കലാ ദീന് പറഞ്ഞ? നമ്മളെ മക്കളെ വളർത്താൻ, അല്ലേ, വിശുദ്ധ ഖുർആൻ അറിയുന്ന എത്ര ഭാര്യമാരുണ്ട്? എത്ര ആൾ തൗഹീദ് അറിയുന്ന എത്ര ഭാര്യമാരുണ്ട്? അല്ലേ, പള്ളിയിലേക്ക് ജുമാ ജമാഅത്തിന് അനുവദിക്കപ്പെട്ട കാര്യത്തിന് എത്ര ആളുടെ ഭാര്യമാര് വരുന്നുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടത്. നല്ലൊരു ഉമ്മയെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് വാപ്പാന്റെ ഉത്തരവാദിത്തം. എല്ലാ സ്ഥലത്തും നമ്മുടെ ഭാര്യമാര് ഒരുലേ. എവിടുക്കാ പോരാത്തത്? ഇപ്പൊ ടൂർ പോകാൻ, മദ്രസൊക്കെ അടിച്ച ടൂർ പോകാൻ കാത്തിക്കാൻ. എന്തിനാ പോരാത്തത്? എല്ലാവരും പോരും. എന്തേ പള്ളിക്കണ് പോരാത്ത? നമ്മൾ വിളിച്ചാല് എന്തേ പോരാത്തത്? നമ്മൾ വിളിക്കുവോ? അതുമില്ല. വിളിച്ചാ പോരോ? അതുമില്ല. പിന്നെ എന്ത് ദീനാ കൂട്ടരുള്ളത്? എന്ത് ദീനുള്ള ഉമ്മയാണ് നമ്മുടെ ഉമ്മ? നമ്മൾ ആലോചിച്ച് നോക്കണ്ട. നമ്മുടെ ഭാര്യ മക്കൾക്ക് സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഉമ്മ കൊടുക്കണ്ടേ? നമ്മള്
നല്ലൊരു ഉമ്മ ഉണ്ടാക്കി കൊടുക്കണം. അത് ഗൗരവമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലുക്കും റാഇൻ, നിങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, ഒരാൾ ഇവിടെ ഉത്തരവാദിത്തമില്ലാത്തവരില്ല. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി വമസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ. വീട്ടിലെ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഭർത്താവിന്റെ വീട് നോക്കുക. അതുപോലെ തന്നെ ഭർത്താവിന്റെ മക്കളെ, അവരെ നല്ല നിലയിൽ ഇസ്ലാമികമായി നോക്കുക എന്നുള്ളത് ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. എത്രമാര് ചെയ്യുന്നുണ്ട്, എത്രമാര് ചെയ്യുന്നുണ്ട്, നമ്മൾ ആലോചിക്കണം. വമസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ, ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ പ്രിയമുള്ളവരെ ചോദ്യം ചെയ്യപ്പെടും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ദീനീപരമായി മക്കളെ വളർത്തുന്നിടത്ത് വലിയ ബാധ്യതകളുള്ളവരാണ് ഉപ്പയും ഉമ്മയും. നമ്മൾ വിചാരിക്കേണ്ട മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വതന്ത്ര അവകാശത്തിൽപ്പെട്ടതാണ്. അല്ല, അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. എനിക്കറിയോ, മക്കള് വലിയ അനുഗ്രഹമാണ്, വലിയ അമാനത്വമാണ്. വലിയ അനുഗ്രഹമാണ്, വലിയ അമാനത്വമാണ്. അല്ലേ? ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് മക്കളില്ലാത്ത ആൾക്കാരില്ലേ? 15-20 കൊല്ലക്കാലത്തോളം ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് മക്കളെ കിട്ടാത്ത എത്ര ആളുകളുണ്ട്? എത്ര ഹോസ്പിറ്റലുകളുടെ വരാന്തകളിൽ ആയിരക്കണക്കിന് രൂപയുടെ കെട്ടുകളുമായി കൊണ്ട് എത്ര ഭാര്യാഭർത്താക്കന്മാർ ഡോക്ടർമാരെ കാണാൻ ക്യൂ നിൽക്കാൻ. പടച്ചു നമുക്ക് അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് മക്കളെ നൽകി. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ الذുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസാ വയജ്അലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനുള്ളതാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ الذുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസാ, ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമാ, ചില ആളുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മക്കളൊന്നുമില്ലാതെ വന്ധ്യതയുള്ളവരാക്കുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു എല്ലാം അറിയുന്ന അലീമാണ്, എല്ലാത്തിനും കഴിവുള്ള ഖദീറാണ്. കണ്ടോ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ, ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ. ചില ആളുകൾക്ക് ഇടകലർത്തി ആണും പെണ്ണും, ചില ആളുകൾക്ക് കുട്ടികളെ ഇല്ല. കണ്ടോ, അല്ലാഹു നൽകണതാണ്, അല്ലാഹു നൽകണതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം വളർത്തേണ്ടവരെല്ലാവർ. നമ്മുടെ ഇഷ്ടാനുസരണം അല്ല മക്കൾ വളർത്തേണ്ടത്, പടച്ചോന്റെ ഇഷ്ടാനുസരണം. നമ്മൾ ഏൽപ്പിച്ചൊരു സാധനം പടച്ചോൻ പറഞ്ഞ പോലെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്താ അറിയും, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഇന്ന് അധ്വാനിച്ചുണ്ടാക്കണ പൈസ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മൾ വയസ്സാകുമ്പോൾ ഒരു വലുതാകുമ്പോൾ അതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടണം എന്നാണ്. അങ്ങനെയാണല്ലോ. നമ്മൾ സ്ഥലം മേടിച്ചിടുമ്പോൾ അതിന് നമ്മൾ ലാഭം കാണുന്ന 5 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കിട്ടണം. മക്കളെ വളർത്തുമ്പോഴും അത് തന്നെയാണ്, ബിസിനസ്സാണ്. മക്കളെ വളർത്താനുള്ള ബിസിനസ് കണ്ണാണ്. പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളുണ്ടാകണം എന്ന് ആഗ്രഹിക്കണം എത്ര ആൾക്കാരുണ്ട് കൂട്ടർ, എത്ര ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദീനീ പഠന സ്ഥലത്തൊന്നും ആളുണ്ടാവൂല. നമ്മൾ എവിടെങ്കിലും പഠിപ്പിക്കാന്നുള്ളൂ. ഖുർആൻ പഠിപ്പിക്കുന്ന സുന്നത്ത് പഠിപ്പിക്കുന്ന സ്ഥലത്തല്ല നമ്മളെ മക്കളെ കൊണ്ടുപോകുക നമ്മളെ. എന്നിട്ട് അതിന് കുറെ ന്യായീകരണവും പറയും. അല്ലെ, പടച്ചോന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയോ സുഹൃത്തുക്കളെ? രക്ഷപ്പെടാൻ ദീന് പഠിപ്പിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വിടേണ്ടത് നമ്മുടെ മക്കളെ. ദീന് പഠിക്കണം നമ്മുടെ മക്കളെ. എഞ്ചിനീയർ വേണ്ട, ഡോക്ടർ വേണ്ട എന്നല്ല, അതൊക്കെ ദീനറിയുന്ന എഞ്ചിനീയർ വേണം, ദീനറിയുന്ന ഡോക്ടർ വേണം, ദീനറിയുന്നവരാകണം. ഭൗതിക വിദ്യാഭ്യാസത്തിനോട് ആയിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിക്കാൻ നമുക്കൊരു മടിയില്ല. നാട്ടിലൊരു മദ്രസ ചേലും കുളത്തിലും നടക്കുന്നുണ്ടാവില്ല. അതുമല്ല പള്ളിയുടെ മൂലക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഏതെങ്കിലും 2,500 കിട്ടുന്ന മൂല്യറിയും കൂട്ടിയിട്ട് അത് നടന്നില്ല അല്ലേ? എന്നാലോ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോഴോ ആയിരങ്ങൾ ബസ്സിന്
ആയിരങ്ങൾ ഡൊണേഷൻ, ആയിരങ്ങൾ ഫീസ്, ഒരു മടിയില്ല. ആർക്കെങ്കിലും വല്ല പ്രയാസം ഉണ്ടാകലുണ്ടോ? ഒരു പ്രയാസം ഉണ്ടാകലില്ല. ദീൻ അങ്ങനെയാണ്. വേണമെങ്കിൽ മദീന ദീനൊക്കെ അങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ നമ്മൾ ഈ കൗമിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോണത്. കൗമിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ വിടുന്നത്. അതല്ലേ? അതാ നമുക്ക് പറ്റുന്ന അബദ്ധം. ഈ കൂടിയ ദീനി വിദ്യാഭ്യാസം എന്താ? 5 വരെ മദ്രസ്, 6 വരെ മദ്രസ്. അതിന്റെ അപ്പുറം എന്താ ഉള്ളത്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയുന്ന മക്കളെങ്കിലും മിനിമം നമുക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ രക്ഷിതാവിന്റെ പേരും രക്ഷിതാവിന്റെ കോലം, എന്നിട്ട് ഈ കുട്ടികൾ നന്നാവും വേണം. എങ്ങനെ നന്നാകുക? ആദ്യം നമ്മളെ നന്നാകേണ്ടത്. നമ്മളല്ലേ നന്നാകേണ്ടത്? അല്ലേ? നമ്മളിങ്ങനെ പൂമുഖത്തിരുന്ന് വീഡിയോ വലിക്കും, കുട്ടി കഞ്ചാവ് വലിക്കും. കുട്ടി കഞ്ചാവ് വലിക്കും, ഒരു സംശയവുമില്ല. അവനാന്റെ വീട്ടിലിരുന്നിട്ട് നമ്മളാണ് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കി നമ്മളാ നമ്മുടെ മക്കളെ വഴിതെറ്റിപ്പിക്കുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ശുദ്ധ പ്രകൃതിയിൽ അവിടെ ജന്മെടുക്കുന്നത്. മക്കളെ വഴിതെറ്റിപ്പിക്കുന്നത് ഫഅബവാഹു, മാതാപിതാക്കളാണ്. മാതാപിതാക്കളാണ്, അല്ല സ്കൂളല്ല, കൂട്ടുകാരല്ല, അതുപോലെ തന്നെ മദ്രസ അല്ല, മറ്റു ആൾക്കാരൊന്നുമല്ല. നിങ്ങളാണ് വാപ്പയും ഉമ്മയും പറഞ്ഞ ഞാൻ നിങ്ങളടങ്ങുന്ന ആൾക്കാർ. ഓരെന്നെ മക്കളെ വഴിതെറ്റിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ, എന്റെ ഈ ശബ്ദം ഈ പള്ളിയിൽ കൂടിയിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാർ അവനാന്റെ മക്കളെ ദീന് പഠിപ്പിക്കുന്നുണ്ട്? മദ്രസക്ക് വിടുന്നുണ്ടോ അല്ലേ എന്നല്ല, ദീന് പഠിപ്പിക്കുന്നുണ്ട്. ഇതാലോചിക്കും. യഥാർത്ഥ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന മദ്രസയിലേക്ക് എത്ര ആളെ അയക്കുന്നുണ്ട്? നാട്ടിലിങ്ങനെ നടന്നുകൊണ്ട് മാലിയും മൗലൂദും റാത്തീബും കുത്തുബിയത്തും പച്ചിപ്പാട്ടും കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും അദ്ദാദും റാത്തീബും അല്ലേ, ഇതിൽക്കൊക്കെ ഇങ്ങനെ വിടുകയാണ്. കുട്ടികളെ വഴി തെറ്റിച്ചാരാ? നമ്മൾ തന്നെ. ആരാ വിട്ടത്? നമ്മൾ തന്നെ. വേറെ ആരാ വിട്ടത്? നമ്മളാ വിട്ടത്. ഈ ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും കുഫ്രിയത്തിലേക്കും ആദ്യം വിട്ടത് അല്ലേ? ഏറ്റവും തെളിഞ്ഞ മനസ്സുള്ള പ്രായത്തിൽ കൊണ്ടുപോയി നമ്മളാക്കി. എന്നിട്ട് ആ മനസ്സിൽ കുത്തിക്കയറ്റി ഇതല്ല മക്കളെ വഴിപിഴപ്പിച്ചു. വാപ്പയും ഉമ്മയും, ഉപ്പയും ഉമ്മയാ വഴിപിഴപ്പിക്കുന്നത്, അല്ല മക്കള് വഴി തെറ്റിയല്ല. ഇനിയാണ് തുടങ്ങിയിട്ട് അതിന്റെ അപ്പുറം അല്ലേ? ഖുർആനിന്റെ ഒരു 10 ആയത്ത് 10 സൂറത്ത് അറിയുന്ന എത്ര മക്കളുണ്ട് നമുക്ക്? എത്ര മക്കളുണ്ട്? 18, 19, 20 വയസ്സുള്ള മക്കളില്ലേ? ഒരു 10 സൂറത്ത് കാണാതെ അറിയണവരുണ്ടോ? അതിന്റെ അർത്ഥം അറിയണവരുണ്ടോ? വേണ്ട. വാപ്പാക്കും ഉമ്മാക്കും അറിയും. ഏയ് വാപ്പാക്കും ഉമ്മാക്കും അറിയോ? ഖുർആൻ ക്ലാസ് വെച്ച് അതിന് വരുമോ? ഇതൊക്കെ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മളെ വെറുതെ ഒരു കാനേഷുമാരി മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കുക, വെള്ളിയാഴ്ച പള്ളിക്ക് വരിക, പോവുക, പോത്തിറച്ചി വാങ്ങുക, തിന്നുക, അതിന്റെ ദീന്. അതിന്റെ അപ്പുറം എന്താ ഉള്ളത്? ഒരു ഖുർആൻ ക്ലാസ് വെച്ച് എത്ര ആളാ വരിക? വരൂല. നമ്മള് ഖുർആന്റെ ആൾക്കാരാണ് അല്ലേ? മുസ്ലിം ആയതിന്റെ പേരിൽ ലോകത്ത് പീഡനങ്ങളും പ്രയാസങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കാൻ വരുന്ന അതന്നെ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ പരീക്ഷിക്കപ്പെട്ടതുപോലെ പരീക്ഷിക്കപ്പെടാതെ നിങ്ങളങ്ങ് കഴിഞ്ഞു പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഉണ്ടോ? അല്ല ചോദിക്കുന്നുണ്ട്. പീഡനങ്ങൾ ഉണ്ടാകും, ഉണ്ടോ? പ്രയാസങ്ങൾ ഉണ്ടാകും അല്ലേ? മരിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും ദീനിന് വേണ്ടിയിട്ട്. അതുകൊണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോ അതിന് റാലി വിളിക്കാനും കൂലു തക്ബീർ വിളിക്കാനും മുട്ടി ചുറ്റു വായിൽ കയറിയാനും ഇവിടുന്ന് കാസർഗോഡ് വരെ നടക്കും ചിലപ്പോ. മുസ്ലിം സമുദായത്തിന് അവകാശം നിലനിർത്താൻ അതിനൊക്കെ റെഡിയാണ്. എന്നാലോ ദീനനുസരിച്ചും ജീവിക്കാൻ പറഞ്ഞോക്ക അതിനൊന്നും റെഡിയില്ല. അതിനൊന്നും റെഡിയില്ല. ഓൻ വികാര മതം എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു വികാരമായിട്ട് കൊണ്ടിടക്കുക. സുഹൃത്തുക്കളെ, ആർക്ക് വേണ്ടിയാണ്? എന്നാ ഞാൻ നേരാകുക? എന്നാ ഞാൻ നന്നാകുക? നമ്മളെ വീടൊക്കെ എന്നാണ് സുഹൃത്തുക്കളെ നന്നാകുക? പരലോകത്ത് അള്ളാഹിന്റെ കോടതിയിൽ എന്താണ് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും? അത് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ഈ കാട്ടിക്കൂട്ടലുകളും ഇവിടെ ഇങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹുടെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവനവൻ്റെ മക്കളെ വഴിതെറ്റിക്കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞുള്ള സമൂഹത്തെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഒരു 10 കൊല്ലത്തിന് മുമ്പുള്ള സമൂഹമാണോ ഒപ്പുള്ളത്? ആണോ? എല്ലാ ഇരുട്ടുള്ള മൂലയിലും മയക്കുമരുന്നുകളാണ്. അതും അത്യാധുനിക രീതിയിലുള്ള മയക്കുമരുന്ന്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അതിലേക്ക് അഡിക്ഷനായി പോകുന്ന അതിമാരകമായ ലഹരി പദാർത്ഥങ്ങളാണ്.
7ഉം 8ഉം ക്ലാസ്സിലുള്ള കുട്ടികൾ വരെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ ആരും നമ്മളെക്കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച് വല്ലാത്ത പ്രതീക്ഷ ഒന്നും വേണ്ട. കാരണം 10 കൊല്ലം കഴിഞ്ഞാലാണ് നമ്മുടെ ഇന്നത്തെ 5 വയസ്സുകാരൻ അവരൊരു 10ാം ക്ലാസ് പഠിക്കണ പ്രായമാകണത്. അന്ന് ചുറ്റുപാടുകൾ മാറും, അന്ന് സാമൂഹ്യ സാഹചര്യങ്ങൾ മാറും. ഇതിനേക്കാൾ കൂടുതലായിരിക്കും അന്ന്. അല്ലാതെ ഒക്കെ നന്നായി ഇങ്ങോട്ട് നേരായി വരുന്നില്ല. ആ സമൂഹത്തിൽ ജീവിക്കാൻ പര്യാപ്തമാകുന്ന രൂപത്തിൽ ഇപ്പോഴേ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ദീനല്ലാതെ നിങ്ങൾ എന്ത് പോംവഴി അതിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് കാര്യമില്ല, എന്ത് കണ്ടിട്ടും കാര്യമില്ല. ദീനല്ലാതെ ഒരു മാർഗമില്ല. കണ്ടോ, 23 കൊല്ലം കൊണ്ട് തുല്യതയില്ലാത്ത അധപ്പതനത്തിൽ അകപ്പെട്ടു പോയ ഒരു ജനതയെ ലോകത്തിന് മാതൃകായോഗ്യമായ ഒരു ജനതയാക്കി മാറ്റി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടേ മാറ്റിയത്? ദീനുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം കൊണ്ടാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ പരിവർത്തനമാണ് അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്തത്. അല്ലേ? മദ്യപാനം, വ്യഭിചാരം, പലിശ, എല്ലാ തമ്മാടിത്തരങ്ങളും, എല്ലാ തിന്മകളും ഖുർആൻ തന്നെ പറഞ്ഞെന്താ? ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ജനത എന്ന അവരെയാണ് നൂറ്റാണ്ടുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഓരോ ഇസ്ലാമിക സംഘടനകളും 100 വർഷം ആചരിക്കണത്. 100 വർഷം ആചരിക്കുക അല്ലേ? 100ഉം 50ാം വാർഷികവും 20ാം 30ാം വാർഷികവും 40ാം വാർഷികം ആഘോഷിക്കുമ്പോ 23 വർഷക്കാലം കൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ജനതയാക്കി ആ സഹാബത്തിനെ മാറ്റിയത്. കണ്ടോ, 23 കൊല്ലം. എന്തുകൊണ്ടറിയോ? ദീനുകൊണ്ടാണ്. ദീനുകൊണ്ടാണ്, വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ കൊണ്ടാണ്. നമ്മളെ കുട്ടികൾക്ക് ഖുർആന്റെ അർത്ഥം അറിയോ? ഇല്ല. ആകെ അറിയണത് ഓതാനാ. ഓരോ വാപ്പാക്കും ഉമ്മാക്കും ഓതാനാ അറിയാം, അർത്ഥം അറിയോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു. കണ്ടോ, യത്ലു അലൈഹിം ആയാതിഹി, ഖുർആൻ അവർക്ക് ഓതിക്കൊടുത്തു. വയുസക്കീഹിം, ഓതിക്കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലായത് സ്വീകരിച്ചോ എന്ന് പറഞ്ഞില്ല. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. ഖുർആന്റെ ആശയം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അല്ലേ? ലഹരിക്കടിമപ്പെട്ട ജനതയോട് അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിരമിക്കാറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇൻതഹൈന, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഇന്നലെ അവരെ മദ്യപിച്ചിരുന്ന ആളുകൾ അവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വച്ചിരുന്ന വലിയ വലിയ മദ്യത്തിന്റെ ചഷകങ്ങൾ തട്ടിമാറ്റി മദീനയുടെ തെരുവിലൂടെ മദ്യത്തിന്റെ ഒരു പുഴ ഒഴുകിയിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമാറ് ആ സമുദായം മാറി. എന്നിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, നബിയെ, മദ്യം ഹറാമാക്കിയപ്പോൾ, ലഹരി ഹറാമാക്കിയപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന ആ മദ്യത്തിന്റെ വീപ്പുകൾ തട്ടിമാറ്റി അതൊഴുകിയ സ്ഥലങ്ങളിൽ അവിടെ തഴച്ചു വളർന്ന പുല്ല് കഴിച്ച ഒട്ടകത്തിന്റെ പാല് കുടിക്കാമോ നബിയെ? അതിന്റെ മാംസം ഭുജിക്കാമോ, കഴിക്കാമോ നബിയെ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ആ സമൂഹം മാറിയെങ്കിൽ ആ പരിവർത്തനം ദീന് കൊണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദീന് പഠിപ്പിക്കല്ലാതെ ഒരു നിർവാഹമില്ല. വളരെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ മകൻ എവിടെ പഠിക്കണം, എന്റെ മകൾ എവിടെ പഠിക്കണം, എന്റെ മകൻ എന്തു പഠിക്കണം, എന്റെ മകൾ എന്തു പഠിക്കണം എന്ന ബോധം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത്. എല്ലാ രംഗത്തും ഏറ്റവും വലിയ പാതകമാണ് ശിർക്ക്. അതിന്റെ താഴെ വ്യഭിചാരമുള്ളൂ, അതിന്റെ താഴെ പലിശയുള്ളൂ, അതിന്റെ താഴെ കൊലപാതകമുള്ളൂ. ഏറ്റവും വലിയ പാതകത്തിന്റെ മാർഗത്തിലേക്ക്, പടച്ച റബ്ബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയുടെ മാർഗത്തിലേക്ക് ചെറുപ്രായത്തിലെ 4 വയസ്സിലെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ അതിനേക്കാൾ താഴെയാണ് മറ്റുള്ള എല്ലാ തെറ്റുകളും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പിതാവിന്റെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം, മാതാവിന്റെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. അത് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിച്ചു കൊടുക്കലാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് നൽകുന്ന ഉപദേശമുണ്ട് പരലോകത്തെ കുറിച്ച്. മോനെ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. കാര്യം അത് എത്ര ചെറുതാണെങ്കിലും, നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് നീ പാറക്കുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ആകാശത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരും. ഈ ബോധം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, മക്കളെ വളർത്തുമ്പോൾ അവരെങ്ങനെ തിന്നാൻ കൊടുത്ത് വളർത്തല് മാത്രല്ല,
അവർക്ക് നൽകേണ്ട തർബിയത്ത് നൽകാൻ പിതാവെന്ന നിലക്ക് മാതാവെന്ന നിലക്ക് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മളും അനുഭവിക്കേണ്ടി വരും. ഒരുപക്ഷെ MDMA അടിച്ച് ചിലപ്പോ 10 കൊല്ലം കഴിഞ്ഞാൽ ഇതൊന്നും ആവൂല. കാരണം 10 കൊല്ലം മുമ്പ് നമ്മളിത് കേട്ടിട്ടില്ല, സ്റ്റാമ്പ് കേട്ടിട്ടില്ല, MDMA കേട്ടിട്ടില്ല, രാസലഹരി കേട്ടിട്ടില്ല അല്ലേ? അന്ന് വെറും കള്ളും കഞ്ചാവുണ്ടായി. ഇനി 10 കൊല്ലം കഴിഞ്ഞാല് പേര് മാറി പലതും വരും. അതൊക്കെ അടിച്ചിട്ട് മക്കൾ വന്നിട്ട് ചിലപ്പോ തലക്കടിക്കും, ഒലക്കെടുത്തിട്ട് തലക്കടിക്കും. അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആ തലക്കടിക്കാനുള്ള യോഗ്യത നിങ്ങളുണ്ടാക്കി കൊടുത്തത്, ഉപ്പയുമ്മയും ഉണ്ടാക്കി കൊടുത്തത്. ആ തലക്കടിക്കുന്ന സംസ്കാരത്തിലേക്ക് നിങ്ങളാ കൊണ്ടുപോയത്. അല്ല നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, സമൂഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, ചുറ്റുപാടിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചുറ്റുപാടൊക്കെ അതൊക്കെ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രഥമമായി ഏറ്റവും ആദ്യമായി കൊണ്ട് ആ സ്വാധീനം നമ്മുടെ മക്കൾക്ക് മനസ്സുകൾക്ക് ഉണ്ടായി കൊടുത്ത നമ്മളാണ്. അതുകൊണ്ട് നല്ല ദീനി വിദ്യാഭ്യാസം നൽകണം. നിങ്ങൾ നോക്കേ, ഓരോ ലഹരി പിടിക്കുമ്പോഴും അതിൽ എത്ര ശതമാനം നമ്മളെ കൗമ്? ഓൻ 10 വരെ മദ്രസ പോയോനാ, 8 വരെ മദ്രസ പോയോൻ തന്നെയാണ് അല്ലേ? എത്ര ശതമാനം ഉണ്ട്? ഓരോ തെറ്റുകളും ഓരോ തിന്മകൾ എടുത്തു നോക്കി നമുക്ക് കൈയെഴുകാനൊന്നും കഴിയില്ല. എല്ലാത്തിലും മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരു പങ്കുണ്ട്. എന്തേ മദ്രസ ഇല്ലാത്തണ്ട? അല്ല, പഠിപ്പിക്കേണ്ട ദീനല്ല പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പഠിപ്പിച്ചത് മാലിം മൗലൂദും കുത്തുബിയത്തും റാത്തീബും നടത്താനാണ്, നബിദിനാഘോഷം നടത്താനാണ് അല്ലേ? ശിർക്ക് ചെയ്യാനാണ്, ബിദ്അത്ത് ചെയ്യാനാണ്. അതിന്റെ താഴെ ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനി പഠന സ്ഥാപനങ്ങൾ എന്താണ് ദീന് നമ്മൾ തിരിച്ചറിയണം അല്ലേ? എന്താണോ അല്ലാഹ് പറഞ്ഞത്, വഖാല റസൂൽ, എന്താണ് റസൂൽ പറഞ്ഞത് അതാ ദീന്. അള്ളി റസൂലും പറഞ്ഞത് ആ ദീന്. ആ ദീൻ എവിടെ പഠിപ്പിക്കണേ? അവിടെ മക്കളെ ചേർക്കേണ്ടത്. എവിടെങ്കിലും ഒരു ഫാത്തിയോദന്റെ അവിടെ കൊണ്ടുപോയി ആക്കലല്ല, അതല്ല. എവിടെ ദീന് പഠിപ്പിക്കണത്, എവിടെ തൗഹീദ് പഠിപ്പിക്കുന്നത്, എവിടെ സുന്നത്ത് പഠിപ്പിക്കണത്, അവിടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. അത് സൗകര്യം നോക്കിയിട്ട് പഠിപ്പിക്കേണ്ടതല്ല ദീന്. സൗകര്യം നോക്കി ഇന്റെ നാട്ടിൽ ഇന്നതാ നടക്കണ ആണ് പോട്ടെ, അതല്ല ദീന്. സൗകര്യം ഉണ്ടാക്കി പഠിപ്പിക്കൽ, അതിന് കുറച്ച് എക്സ്പെൻസ് ആയാലും ചെലവ് വന്നാലും പഠിപ്പിക്കാൻ കഴിയണം, ദീന് പഠിപ്പിക്കാൻ കഴിയണം. നമ്മള് വാർദ്ധക്യം വരുമ്പോൾ നമ്മുടെ കൈ പിടിക്കാൻ കഴിയുന്ന, നമ്മുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന, നമുക്കൊന്ന് നടക്കാൻ ശേഷിയില്ലാത്തപ്പോൾ നമ്മുടെ കൈയും കാലുമായി മാറാൻ കഴിയുന്ന മക്കളെ നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ശതമാനം എന്തിനാ ഉപയോഗപ്പെടുത്തുന്നത്? രാവും പകലും ഇല്ലാതെ എന്തിനാ അധ്വാനിക്കുന്നത്? മക്കളെ വളർത്താനാണ്. പക്ഷേ ഈ മക്കളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരേ ഒരു മാർഗ്ഗമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ മാർഗം ദീനിന്റെ മാർഗമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മാർഗമാണ് അല്ലേ? ആ മാർഗം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക. ആ പരിഹാരമല്ലാത്ത ഒരു പരിഹാരവും ഇന്ന് വഴിമാറി സഞ്ചരിക്കുന്ന ഈ യുവതലമുറക്ക് മുന്നിൽ, ഈ കുട്ടികൾക്ക് മുന്നിൽ, നമ്മുടെ മുന്നിൽ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മാർഗം വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥം അറിഞ്ഞ്, ആശയം അറിഞ്ഞ്, പഠിച്ച് അത് ജീവിതത്തിന്റെ മാർഗമാക്കി നാളെ ഖബറിൽ ചെല്ലുമ്പോൾ നിന്റെ ഇമാം എന്താണ് എന്ന് ചോദിച്ചാൽ, അൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം, ആമൻതു ബിഹി, അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു, വസദ്ദഖ്തു, അതിന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരായ ആളുകളായി നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും സാധിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മാ ബഅദ്. സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ നരകം പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് വിശ്വാസികൾ പറയുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല വഖാലല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് പറയും, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. ഇന്നൽ ഖാസിരീന, തീർച്ചയായും നഷ്ടക്കാരായ ആളുകൾ, അല്ലദീന ഖസിറൂ അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ
സ്വന്തം കുടുംബവും സ്വന്തം ശരീരവും രണ്ടും നഷ്ടപ്പെട്ടവരാണ്. സ്വന്തം ശരീരത്തെയും സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല, സ്വന്തം കുടുംബത്തെയും നരകത്തിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് വിശ്വാസികളായ ആളുകൾ പരലോകത്ത് വെച്ചിങ്ങനെ ഈ നരകത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ പറയും, വലിയ നഷ്ടക്കാരായിട്ടോര്, അവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, അവരെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഓരെന്നെയാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ച് നോക്കാൻ, നമ്മളൊരു 10-30 കൊല്ലം 40 കൊല്ലമൊക്കെ ഇവിടെ കുടുംബജീവിതം നയിച്ചിട്ട് അല്ലേ, നമുക്ക് സ്വർഗത്ത് പോകാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ? എന്തിനാ പിന്നെ നമ്മൾ ഈ ദീന് മുസ്ലിം മുഅ്മിൻ എന്നൊക്കെ പറഞ്ഞ് നടക്കണേ? നാളെ പരലോകത്ത് സൗഭാഗ്യവാന്മാരായ ആളുകൾ ആരറിയും? ജന്നാത്തു അദിൻ, സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാണ് നാളെ പരലോകത്തുള്ളത്. യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. യദ്ഖുലൂനഹാ, അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരാണ്? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായിട്ടുള്ള നന്മയുടെ വാഹകരായിട്ടുള്ള ആളുകളാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുക. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലൂടെയും അവരുടെ അടുക്കലതാ മലായികത്തുകൾ കടന്നു വന്നുകൊണ്ട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, ബിമാ സബറതും, ദുനിയാവിൽ നിങ്ങൾ ക്ഷമയോടുകൂടി ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനം. ഫനിഅമ ഉഖ്ബദ്ദാർ, അന്തിമമായി എത്തിപ്പെടാനുള്ള ആ ഗേഹം അത് എത്ര മെച്ചപ്പെട്ട ഗേഹമാണ് കേട്ടോ. ആർക്കത് കിട്ടുക? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, സദ്വൃത്തകരായിട്ടുള്ള പിതാക്കള്, ഭാര്യമാര്, മക്കള്, അവർക്കായി സൗഭാഗ്യം കിട്ടുക. വെറുതെ ഇങ്ങനെ ഒരു കാനേഷമായി മുസ്ലിമായി ജീവിക്കില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കൊക്കെ നല്ല മക്കളുണ്ടാകണം. മരിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്താൻ കഴിയണം. ഇവിടെ വലിയൊരു പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നമുക്ക് ദീനീ ബോധമുള്ള മക്കൾ ഉണ്ടാക്കാം. പൈസയൊക്കെ പിന്നുണ്ടായാൽ മതി, ഒരു ലാഭക്കണ്ണ് മക്കളിൽ കാണാതിരിക്കുക. ദീന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആനും സുന്നത്തും മക്കൾക്ക് അറിയണം. പരലോക വിശ്വാസം മക്കൾക്ക് ഉണ്ടാകണം. വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ ദാമ്പത്യ ജീവിതം നയിച്ച് ശാരീരിക ബന്ധത്തിൽ കുറേ മക്കളിങ്ങനെ ഉണ്ടായി, ഓനെങ്ങനെ ചോറും കൊടുത്തിങ്ങനെ വളർത്തി അല്ലേ, എന്നിട്ട് ആ സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാരായിരിക്കും. നമുക്കൊരു ഉത്തരവാദിത്തമല്ലേ, പടച്ചോൻ്റെ മറുപടി പറയണ്ടേ? ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് മക്കളെ നല്ല ദീനീപരമായി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ദീന് പഠിപ്പിക്കുന്ന, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഈ മാലിം മൗലൂദും കുത്തുബിയത്ത് റാത്തീബും പഠിപ്പിക്കലല്ല. ഖുർആന് അതിൻ്റെ അർത്ഥം, ഹദീസ്, നല്ല സ്വഭാവം, പ്രവാചക സ്വല്ലല്ലാഹു നല്ല ചരിത്രം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഈ കാലകീലകളും ഓരോരോ കഥകൾ കേട്ടിട്ടില്ലെങ്കിൽ എന്തൊക്കെ കഥകളാന്ന് അറിയാം. ഇസ്ലാമിന്റെ പേരിൽ ഓരോ അതിശയോക്തി ഉണ്ടാക്കണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാ. ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും സ്ഥലങ്ങളിലും മക്കളെ കൊണ്ടാക്കിയിട്ട് നേരാകണം നിങ്ങൾ വാശി പിടിക്കണതിൽ അർത്ഥമൊന്നുമില്ല, നേരായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സന്മാർഗത്തിന്റെ വഴിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്താൻ പാപ്പ ഉമ്മ എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കുക, അധ്വാനിക്കുക. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്നാലേ ഉള്ളൂ നമ്മൾ വലുതാകുമ്പോൾ, നമ്മൾ വയസ്സാകുമ്പോൾ നമ്മളീ നോക്കുള്ളൂ. ഇല്ലെങ്കിൽ നോക്കൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും ഇല്ലേ, കുറച്ച് വിദൂരതയിൽ അത് അടുത്ത് വരും, നമ്മളെ വീട്ടിൽ വരും, ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അന്ന് നിലവിളിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലൊരു കുടുംബത്തെ ഉണ്ടാക്കാൻ, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്താൻ, നമ്മുടെ ഭാര്യമാരെ കുറച്ചൊക്കെ നമ്മൾ ഉപദേശിക്കണം. കുറച്ചൊക്കെ ദീന് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഭാര്യമാരെ കൊണ്ടുവരണം. ഈ കല്യാണത്തിനും കളിയാട്ടത്തിനും മിന്നുന്ന സാരിയിട്ട് കൊണ്ടുപോയാൽ മാത്രം പോരാ. ഒരാണുങ്ങളുടെ തൻ്റെ ഇടം നട്ടെല്ലൊക്കെ നമുക്ക് ഉണ്ടാകണം. വെറുതെ ഒരു വാഴനാരും തന്നെ നട്ടെല്ലായിട്ട് വെച്ച് കിടക്കേണ്ടവരല്ല നമ്മൾ. മുഅ്മിനായാലേ കുറച്ചൊരു അവനാൻ്റെ ഭാര്യയ്ക്ക് നമ്മൾ അനുസരിക്കണം. ദീനിന്റെ കാര്യത്തിൽ അനുസരിക്കുന്നവളാകണം. അവളെ നല്ല ഭാര്യയാണ്,
അതാണ് സ്വാലിഹാത്തു ഫസ്വാലിഹാത്തു. ആരാണ് സ്വാലിഹത്തായ പെണ്ണ്? ഖുർആൻ പറയാം ഖാനിതാത്തു, ഭർത്താവിനനുസരിക്കുന്നവളാണ്. അതിനാണ് ഒരു നട്ടെല്ല്, ആണുങ്ങളുടെ നട്ടെല്ലുവാണെന്ന് പറഞ്ഞത്. അപ്പൊ ദീനൊക്കെ പഠിപ്പിക്കുന്നിടത്ത് കൊല്ലണം, അതിനൊക്കെ കഴിയണം നമുക്ക്. അതുകൊണ്ട് ആ നിലക്കൊക്കെ ഒന്ന് മാറാൻ നമ്മൾ തയ്യാറാക്കും. നമ്മൾ മാറിയാൽ നമ്മുടെ വീട്ടിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ ഭാര്യയ്ക്ക് മാറ്റം ഉണ്ടാവും, മക്കൾക്ക് മാറ്റം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ദിനേക്ക നമ്മളോ എന്നാലും ദിനേക്കാ വയലിച്ച ഒരുക്കും ഉണ്ടാവും, വേറൊന്നുമില്ല. അതുകൊണ്ട് നല്ലൊരു ശ്രദ്ധ നമ്മുടെ മക്കളെ കുറിച്ച് ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഉണ്ടാകണം. അതോ എല്ലാവരും സ്വർഗത്തിൽ, അവിടെ ആ സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകണം, സ്വർഗത്തിലെത്തണം. ഈ ഒരു ലക്ഷ്യമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കുടുംബങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടി വിട പറയുന്ന മുത്തഖീങ്ങളെ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്, അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.